ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ്സിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തിന്റെ ബാക്കി കാഴ്ചകളാണ്. ഇന്നലെ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? ഫുള്ള് വൃത്തിയാക്കി ക്ലീൻ ആക്കി കാണുന്ന സെറ്റപ്പ് ആക്കി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതിന്റെ കുറച്ച് ഫ്ലെക്സ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒട്ടിക്കണം. അപ്പൊ ഇന്ന് രാവിലെ തൊട്ടുകൂടെ നല്ല മഴയാണ്. അപ്പൊ അതുകൊണ്ട് വെളിയിൽ ഫ്ലെക്സ് ഒട്ടിക്കുന്നൊന്നും ഈ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നല്ല മഴയാണ്. മഴയത്തൊക്കെ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒട്ടിച്ച് പോകണം. എൻ്റെ രണ്ട് കൂട്ടുകാരന്മാർ വരും. അപ്പൊ അവരോട് ചേർന്നിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പൊ ഫ്ലെക്സ് ഒട്ടിക്കുക. ഫ്ലെക്സ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ സൈഡ് റോഡ് സൈഡിൽ ഇങ്ങനെ ബോർഡുണ്ട്, അത് ഒട്ടിക്കണം. അപ്പം അതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വർക്കലേക്ക് ഒന്ന് പോയി ഇറങ്ങി വരിക. ഇന്നത്തെ പ്ലാനിലെ ഈ ഒരു സംഭവമാണ്. വർക്കലയിൽ ബീച്ചൊക്കെ ഭയങ്കര കാരണം ഇപ്പം ഓഫ് സീസൺ ആണെങ്കിൽ കൂടി ടൂറിസ്റ്റുകളൊക്കെ പൊതുവെ കുറവാണെങ്കിൽ മഴ പെയ്ത് ആ ഒരു സ്ഥലങ്ങൾ ചെറിയൊരു പച്ചപ്പൊക്കെയാണ് ഭയങ്കര രസമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നല്ല ഈ ഒരു സംഭവം അതിൻ്റെ ഗ്ലാസ് പൊട്ടി അപ്പോൾ കൊണ്ടുവന്നാണ് ഇത് മാറ്റണം. അതുപോലെ തന്നെ നമ്മളിവിടെ അടുത്തുള്ള സ്കൂളിലൊരു ഫ്രെയിമാണ് ഈ ഒരു സാധനം നമുക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഇത് ഫ്രെയിം ചെയ്യണം, പിന്നെ ഒന്ന് രണ്ട് സാധനം എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഓടിച്ച് കാണിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, ഇന്നിപ്പോൾ ഫസ്റ്റ് വർക്ക് ഇത് ഫ്രെയിം ചെയ്യാം. അപ്പം ഇതിൻ്റെ ഗ്ലാസ് ഇന്നലെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞാണ് രാത്രി. കാരണം ഇവിടെ ഇരുന്നിട്ട് തറയിലൊക്കെ നിന്ന് നമുക്ക് പണിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞു. റീവർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഗ്ലാസ് ഉടഞ്ഞു പോയി, അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത് കസ്റ്റമറിന് നമുക്ക് ഈ ഫോട്ടോ തന്നെ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് വേറെ ഇതെടുക്കണ്ട. അതുമാത്രമല്ല, ഇത് ഞാൻ ആൾറെഡി നമുക്ക് ഇതിനകത്തൊരു പ്രശ്നമാണ്. ഇത് മാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറ്റാണ്. മാറ്റ് ഒടിച്ചുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനകത്തൊരുമാതിരി ഇതാണ്ട ഒരു സൂം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കണ്ട ഒരു പരിപരുത്ത ഒരു സാധനമുണ്ട്, അത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫോട്ടോ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വേറെ ഫ്രെയിം ഇട്ട് മാറ്റി ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത് ചെയ്തിരുന്നത് നല്ല ഈ ബോർഡിലൊക്കെയാണ്, തന്നെ ഈ ഒരു തിക്നെസ് വരുന്ന ബോർഡാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ തിക്നെസ്സുള്ള ഈ ഒരു MDFിലാണ് നമ്മൾ ചെയ്ത് സെറ്റാക്കി കൊടുക്കാൻ പോകുന്നത്. പഴയ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഈ എഡ്ജൊക്കെ സെറ്റായി വരണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റേ ഫോട്ടോ ഉണ്ടല്ലോ അത് ചെയ്യാം. ഇതിപ്പോൾ മാറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഫോട്ടോയാണിത്. ഇപ്പോൾ മാറ്റ് ചെയ്തെടുത്താൽ ഇതിനകത്ത് ഒരു വെള്ളം വീണാലോ ചെറുതായിട്ടൊന്ന് അഴുക്ക് പറ്റിയാലോ നമുക്ക് തുടച്ച് കളഞ്ഞൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ മാറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാറ്റിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ബോർഡിലേക്ക് ഒട്ടിക്കണം. അപ്പോൾ കറക്റ്റായി. ഇനി ഇതിന് നമുക്കൊരു ഫ്രെയിം ഇട്ട് സെറ്റ് ചെയ്യാം. ഫ്രെയിം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിലിടുന്ന ഫ്രെയിം. ആ ഫ്രെയിം നമുക്ക് ഇതിലോട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ രണ്ട് ഫ്രെയിം ഉണ്ടാകും. അപ്പോൾ രണ്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അഡ്രസ്സ് എഴുതി കുറേ വെച്ചാൽ വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇന്നത്തെ ഈ ഒരു ഫ്രെയിമിങ്ങിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഫ്ലെക്സിൻ്റെ പരിപാടി ചെയ്യണമെന്നുണ്ട്, വീണ്ടും കിടക്കുന്നത്. ഇന്നലെ തൊട്ട് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു പരിപാടിയായിട്ട് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ പരിപാടിയൊക്കെ നടത്തുന്നത് എനിക്ക് അറിയത്തില്ല. ഇത് നമ്മളെ പണ്ടത്തെ യൂട്യൂബ് ചാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. മുമ്പ് നമ്മൾ യൂട്യൂബ് ചാനൽ മുമ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ വെച്ച് നമ്മൾ ഒത്തിരി വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സാധനം ഞാൻ സഞ്ജയും കൂടെ ഏകദേശം 3 മാസത്തോളം എടുത്തിട്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത്. അതായത് ഇത് കട്ട് ചെയ്ത് വനിത കിട്ടാൻ ഭയങ്കര പാടാണ്. വനിതനെ കട്ട് ചെയ്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പോഴത് മാറിയിട്ടില്ല. അത് വേറെ കമ്പനി ഇപ്പോൾ ആ ഒരു വർഷം മൊത്തം സെറ്റ് ചെയ്ത് ഈ സൈഡിൽ കൂടെ പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയറിൻ്റെ തന്നെ ഇത്രയും ഭാഗത്ത് ഇത് ഒട്ടിച്ചേട്ടാ ഒക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ പക്ഷെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ചേട്ടാ. ഈ ഒരു പോർഷൻ ഇപ്പോൾ പുതിയ ഫ്ലെക്സാണ് നമ്മൾ ഒട്ടിച്ചത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാം QR കോഡും കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡിയോയുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ റോഡിൽ വയ്ക്കാനുള്ള ബോർഡാണ്. ആ ബോർഡിൽ വയ്ക്കാനുള്ള ഷീറ്റ് ഒരു സൈഡ് ഒട്ടിച്ചത് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിന് ഒട്ടിക്കണം, അത് ഒട്ടിച്ചാലുള്ളത് ഇവിടെ കിടക്കുക. അപ്പോൾ ഈ അവിടെ ഫ്ലെക്സിൻ്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഇവിടെ വെഡിങ്ങിൻ്റെ വർക്ക് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ മെനക്കെട്ടിരുന്നൊരു വെഡിങ്ങിൻ്റെ വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടാണ്. ഒരു 1:30-2 മണിയൊക്കെ ആയി. അതിൻ്റെ എക്സ്പോർട്ടിങ് എഡിറ്റിംഗ് ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലും നോക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പ്ലേ ചെയ്താൽ യൂട്യൂബ് കോപ്പിറൈറ്റ് ചെയ്തു. എന്താ ചെയ്യുക? അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ വീഡിയോ നമ്മുടെ സിനിമാക്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല ഹൈലൈറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം നമ്മുടെ സിനിമാക്സ് വെഡിങ്സ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ഓക്കെ, അതല്ലേ ബെറ്റർ.
അപ്പോൾ നമ്മുടെ സിനിമാക്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം. കാരണം ഇത് വ്ളോഗിങ് ചാനലാണ്. മറ്റതിനകത്ത് കോപ്പറേറ്റിന് പ്രശ്നമില്ല. അതിനകത്ത് നമ്മൾ വീഡിയോസ് എല്ലാം ബിസിനസ്സിന് വേണ്ടി അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. സിനിമാക്സിൽ സിനിമാക്സ് വഴി സ്റ്റോറീസ്. അതുപോലെ വിജയൻ മച്ചാൻ ഫോട്ടോഗ്രാഫി, ഞാൻ എടുക്കുന്ന അല്ലാത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ വിജയൻ മച്ചാൻ ഒഫീഷ്യൽ, അതെൻ്റെ ഐ ഡി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറൊന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പരിപാടിയില്ലേ, അതിൻ്റെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് മിസ്റ്റർ ഫ്രൈ ഫാക്ടറി എന്നുള്ളതാണ്. അപ്പോൾ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ തന്നെ മതി, വേറെ ആരും വേണ്ട. അപ്പം നിങ്ങളിത് കണ്ട ചെറിയ ഓർഡറൊക്കെ തന്നെ നമ്മളെ സഹായിക്കണം കേട്ടോ. എന്നാലേ സംഭാവനകൾ എന്തൊരു ഡയലോഗുണ്ടല്ലോ, സംഭാവന കൂമ്പാരമായാലേ പരിപാടി കളറാവും. അപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വർക്കല ബീച്ചിലേക്ക് എത്തിയായിരുന്നു. വർക്കല ബീച്ചിലെത്തുമ്പോഴത്തേക്ക് നല്ല മഴയാണ്. അതുമാത്രമല്ല വീക്കെൻഡാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വർക്കല ഫുള്ള് ഓണാവുന്നത് ഈ വീക്കെൻഡ് ടൈമിലാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. വർക്കല വന്നിട്ടുള്ളവർക്കറിയാം. ശരിക്കും പറഞ്ഞാൽ സീ ഫുഡുകളും മറ്റും ഇതൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ അവിടെ മെയിൻ പരിപാടിയൊക്കെയാണ്. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം. അപ്പം അതുവരേക്കും ബൈ.